എടി നിന്നെ അച്ഛൻ വിളിക്കുന്നു. തങ്കൻ തക്കാളി വന്നത് കണ്ടില്ലേ? തങ്കന്റെ താമര. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലത്തെ AI വീഡിയോസ് കൊണ്ട് ട്രെൻഡിങ് ആവുകയാണ്. ബീഫ് ഊട്ടിയിൽ തുടങ്ങി ഷവർമ ചേട്ടനും ഒട്ടും പഴമെന്നൊക്കെ പറഞ്ഞ് സീരീസ് പോലെയാണ് ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ കിട്ടുന്ന വ്യൂസും മില്യൺസ് ആണ്. ഇനിയും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ വീഡിയോസിന്റെ ട്രെൻഡ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് സിമ്പിളായിട്ടും ഫ്രീ ആയിട്ടും ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സ്ക്രിപ്റ്റിൽ തുടങ്ങി ക്യാരക്ടർ ക്രിയേഷൻ, വീഡിയോ ക്രിയേഷൻ, പിന്നെ മലയാളം വോയിസ് ഓവർ, എഡിറ്റിംഗ്, ഇങ്ങനത്തെ ഫുൾ പ്രോസസ്സും സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കാം. അതിനകത്ത് ChatGPT പോകാം. ഇവിടെ ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക. ഈ പ്രോംപ്റ്റിനെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഗൂഗിൾ ഡോക്കിലും കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കോപ്പി ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വലിയ പ്രോംപ്റ്റ് എന്തിനെന്നായിരിക്കും? സിമ്പിളായി പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോവുകയാണ്. അതെ, ഇങ്ങനത്തെ വീഡിയോസ് നോക്കിയാൽ എപ്പിസോഡ് 1, എപ്പിസോഡ് 2, എപ്പിസോഡ് 3 ഇങ്ങനെ സീരീസ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു സീരീസ് പോലത്തെ വീഡിയോസ് ആണ് നമ്മളും ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് എൻ്റർ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ChatGPT ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സ്റ്റോറി ഐഡിയ ഉണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഐഡിയാസ് തരണോ എന്ന്. അതെ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ChatGPT തന്നെ നമുക്ക് ഐഡിയാസ് തരുന്നതാണ്. ഇവിടെ ഞാൻ ഗീവ് മീ ഐഡിയാസ് എന്ന് കൊടുത്തു. ഇവിടെ 8ഓളം ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഐഡിയ ഉണ്ട് നമ്മുടെ മെയിൻ സ്റ്റോറി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഐഡിയ 2 ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളെ സ്റ്റോറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മളെ സ്റ്റോറി, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. പക്ഷേ നമ്മളെ സ്റ്റോറി എന്ന് പറയുന്നത് എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. അതെ, ഓരോ എപ്പിസോഡായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കിനി എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിയേറ്റ് 20 എപ്പിസോഡ്സ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ChatGPT നമുക്ക് 20 എപ്പിസോഡ്സ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കണം. അതെ, ഈ സീരീസിലും സിനിമയിലും ഒക്കെ നായകനും നടിയും ഒരുപാട് സൈഡ് ക്യാരക്ടേഴ്സും കാണും. സോ അതുപോലെ നമ്മുടെ സ്റ്റോറിക്കും ക്യാരക്ടേഴ്സ് വേണം. സോ ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇമേജ് നമുക്കിനി ജനറേറ്റ് ചെയ്യണം. അതെ, നമ്മുടെ മൂവീസിലെ മമ്മൂട്ടി, മോഹൻലാലിനെ പോലെ നമ്മുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഇമേജസ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നേരെ ഗൂഗിൾ ജെമിനിയിലോട്ട് വരിക. എന്നിട്ട് ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് കൊടുക്കുക. ഈ പ്രോംപ്റ്റിനെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നേരെ ChatGPT വരിക. ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് കാണാൻ കഴിയും. അവരുടെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ ബനാനയാണ്. പുള്ളിക്കാരൻ്റെ അപ്പിയറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ പ്രോംപ്റ്റിൽ ക്യാരക്ടർ കൺസെപ്റ്റ് എന്ന് കാണാൻ കഴിയും. ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഈ സ്ഥാനത്ത് നമ്മൾ കോപ്പി ചെയ്തതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇവിടെ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ക്യാരക്ടേഴ്സ് റെഡിയായി കിട്ടുന്നതാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ എക്സാക്ട് സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് ബാക്കി 2 ക്യാരക്ടേഴ്സും കൂടി ജനറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പോലെ നമ്മുടെ വലിയൊരു പ്രോംപ്റ്റിനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്യാരക്ടറിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ChatGPT നിന്ന് നമ്മുടെ സെക്കൻഡ് ക്യാരക്ടറിന്റെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ക്യാരക്ടർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇനി എൻ്റർ കൊടുക്കുക. അങ്ങനെ ഈ സ്റ്റെപ്പിലൂടെ തന്നെ ഞാൻ നമ്മുടെ 3 ക്യാരക്ടേഴ്സിനെ ജനറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ജനറേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഇതിനെ 3 ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീരീസിന്റെ മെയിൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് സ്റ്റെപ്പ് 3 വരുന്നത്. അതെ, നമുക്കിനി AI വീഡിയോസ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് പ്രോംപ്റ്റ്സ് വേണം. അതെ, AI വീഡിയോസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ്സ് കൊടുക്കണം. പക്ഷേ നമ്മൾ മാനുവലി പ്രോംപ്റ്റ്സ് എഴുതിയാൽ നാളെ നേരം വെളുത്താലും പ്രോംപ്റ്റ് എഴുതി തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ AIയുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ പോവുകയാണ്. സോ നേരെ ChatGPT വരിക. ഇനി ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിയൊരു പ്രോംപ്റ്റ് ആണ്. പക്ഷേ ഈ പ്രോംപ്റ്റിലൂടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോംപ്റ്റ് തന്നെ കിട്ടും. സോ നമുക്കിത് എൻ്റർ കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഇവിടെ ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ജനറേറ്റ് ദി സിനിമാറ്റിക് വീഡിയോ പ്രോംപ്റ്റ്സ് ഫോർ ദിസ് എപ്പിസോഡ്. സോ ഇവിടെ ഞാൻ പറയുമ്പോൾ ചെയ്യുക, യെസ് ഗീവ് മീ പ്രോംപ്റ്റ്സ് ഫോർ ദി എപ്പിസോഡ് 1. സോ ഇവിടെ ഞാൻ പറയുന്നുണ്ട് എപ്പിസോഡ് 1ന്റെ പ്രോംപ്റ്റ് തരാൻ. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പ്രോംപ്റ്റ്സും കിട്ടിയിട്ടുണ്ട്.
സോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോസ് ഉണ്ടാക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ട് നേരെ ഗൂഗിൾ ഫ്ലോ എന്ന വെബ്സൈറ്റിലോട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 ക്രെഡിറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 5ഓളം വീഡിയോസ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. സോ ഇവിടെ ഈ ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് വീഡിയോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 3 ക്യാരക്ടേഴ്സിനെ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതെ, ഇതിലൂടെയാണ് നമ്മൾ ക്യാരക്ടർ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നത്. അതായത് നമ്മളിങ്ങനെ ക്യാരക്ടേഴ്സ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസിലും ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്ത് തരിക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി ക്യാരക്ടേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. സോ നമ്മുടെ 3 ക്യാരക്ടേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 3 ക്യാരക്ടേഴ്സിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ ChatGPT വന്നാൽ നമ്മുടെ പ്രോംപ്റ്റ്സ് കാണാൻ കഴിയും. അതിൽ നിന്ന് ആദ്യത്തെ ഷോർട്ട് 1 എന്ന് പറയുന്ന പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. ഇനി നേരെ ഗൂഗിൾ ഫ്ലോയിലോട്ട് തിരിച്ചു വരിക. ഇവിടെ നമ്മുടെ കോപ്പി ചെയ്ത പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് മോഡൽസ് കാണാം. അതിൽ ഒമ്നി ഫ്ലാഷ് എന്ന ഈ മോഡൽ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം 9:16 എന്ന റേഷ്യോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ വീഡിയോയ്ക്ക് എത്ര ഡ്യൂറേഷൻ വേണമെന്ന് കാണാൻ കഴിയും. ഞാനിവിടെ 6 സെക്കൻഡ്സ് ആണ് കൊടുത്തത്. വേണമെങ്കിൽ 10 സെക്കൻഡ്സും കൊടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണെന്ന് നോക്കുക. അതിനുശേഷം എൻ്റർ കൊടുക്കാം. ഇവിടെ ഏകദേശം 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ റെഡി ആവും. സോ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആരും എന്നെ തിരിച്ചറിയരുത്. എല്ലാവരും കരുതുന്നത് വാഴപ്പഴങ്ങൾ ഇല്ലാതായെന്നാണ്. ഇനി രണ്ടാമത്തെ പ്രോംപ്റ്റിനെ ഇതേപോലെ കോപ്പി ചെയ്യുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്യാം. പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് വരിക. എന്നിട്ട് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഫ്രെയിമിലോട്ട് വരിക. നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഡൗൺലോഡ് ആയത് കാണാൻ കഴിയും. സോ ഈ ഇമേജ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഇമേജ് ആഡ് ചെയ്യും. അതിലൂടെ തന്നെ നമ്മുടെ സീൻസ് കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. സോ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയും ജനറേറ്റ് ആയിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ ടോട്ടലി എത്ര വീഡിയോസ് ഉണ്ടോ അത് ഫുള്ളും ചെയ്യുക. അങ്ങനെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട്. നമ്മുടെ ഫുൾ വീഡിയോസും ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിനെ എഡിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് CapCut ആണ്. സോ ഇവിടെ CapCutലോട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോസിനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. പക്ഷേ എഡിറ്റിംഗ് അറിയത്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇതിൽ ഒരു ബിഗിനറിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ വീഡിയോനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് പ്ലേ ദി ഫൈനൽ ഔട്ട്പുട്ട്. ഇവിടെ ആരും എന്നെ തിരിച്ചറിയരുത്. എല്ലാവരും കരുതുന്നത് വാഴപ്പഴങ്ങൾ ഇല്ലാതായെന്നാണ്. ബാനു, നീ വീണ്ടും ഒളിച്ചു നടക്കുകയാണോ? പതുക്കെ സംസാരിക്കേ. എന്താ നീ രാജാവാണോ? അതിലും വലിയ പ്രശ്നമാണ്. പിക്കു, ഞാൻ സാധാരണ പഴമല്ല, ഞാൻ ജീവനോടെയുള്ള അവസാന വാഴപ്പഴമാണ്. ബാനു, ആരെങ്കിലും അറിഞ്ഞാൽ? അതാണ് എനിക്ക് പേടി. ആരെയാ നോക്കുന്നത്? അറിയില്ല, പക്ഷെ അവൻ നമ്മളെ നോക്കുകയാണ്. ബാനു, വേഗം നടക്കൂ, അവൻ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഓടേണ്ട കാര്യമില്ല. നിന്നെക്കുറിച്ച് ഞങ്ങൾ വർഷങ്ങളായി അന്വേഷിക്കുകയാണ്. ഞങ്ങൾ ആരെയും അറിയില്ല. നീ ഞങ്ങളെ അറിയേണ്ടതില്ല. കളക്ടറോട് പറയൂ, അവനെ കണ്ടെത്തി. ബാനു, ആരാണ് ആ കളക്ടർ? എനിക്കറിയില്ല, പക്ഷേ അവരെന്നെ തേടുകയായിരുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.